ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ നമ്മളെ വീട്ടിലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ കൂട്ടുകാരെ, ഇന്ന് വൈകുന്നേരം നമുക്ക് കിട്ടിയിരിക്കുന്നത് നൊത്തൂരിയാണ് കേട്ടോ. അപ്പം നൊത്തൂരി കറി വയ്ക്കാൻ വേണ്ടി വാവച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണേ. ഇപ്പം നൊത്തൂരി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ചോറും റെഡി ആയിട്ടുണ്ട്. നൊത്തൂരി നമുക്ക് പൊഴിക്കാൻ വേണ്ടി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ ജൂലിക്കുട്ടി കൊടുക്കാൻ വേണ്ടി തല മാറ്റി വയ്ക്കുന്നതാണ്. നമുക്ക് പൊഴിക്കാൻ വേണ്ടി പറ്റിക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് അടുത്ത് നമുക്കൊരു കറി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു തക്കാളി, 2 സവാള, 3 കാരിമുളക് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇതെന്താണ്? അതെ, സോയാബീൻ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വച്ചേക്കാണ് കേട്ടോ. അതെ, ഇനി ഇതിൽ നിന്ന് തോത്തി എടുത്തിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് വേണം ഇത് നമുക്ക് എടുക്കാൻ. ചോറുതാ നമുക്ക് നൂത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കനലിലൊന്ന് ചൂടാവണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. വിറവൊക്കെ ഇല്ല കേട്ടോ, വിറവൊക്കെ തീർന്നു. ഇനി ഈ ഒരു വിറവും കൂടെ ഉള്ളൂ. ഇനി വിറവൊക്കെ വാങ്ങിക്കണം. നമ്മൾ തക്കാളിയും സവാളയും കാരിമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനെയും തോത്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇനി അടുത്ത് എന്താണ് ഗ്യാസ് കത്തിക്കാം കേട്ടോ. അതെ, ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്കതാ അതെ, ഈ ബോട്ടിലാണല്ലേ. ഇനി നമുക്കതാ ഇത് വെളിച്ചെണ്ണ തിളച്ചിട്ട് കാണാമേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ മീനോട്ടി, കുപ്പി ബോട്ടിലിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ഒരുപാട് പേര് നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലേ. അതിൻ്റെ ഇതിലാണ് നമ്മളും കുപ്പി ബോട്ടിലോട്ട് ആക്കിയത്. അതെ, ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ ഇത് കടു ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ അതിലോട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. നമ്മുടെ സവാള, അരിഞ്ഞ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വഴറ്റി ആര് മഞ്ച കഴിക്കാൻ പോണു? മഞ്ച കഴിക്കാൻ പോണോ? അമ്മയ്ക്കൂടെ കരുക്കും. ശരി ശരി, ഓക്കെ. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉപ്പ് അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടുമെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കുറച്ച് ഉപ്പ് കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് സവാള ചെറുതായിട്ട് വഴണ്ട് ഗോൾഡൻ കളറിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സവാള ചെറുതായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാരിമുളക്, ഇനി അതിൻ്റെ കൂട്ടത്തിൽ തക്കാളി, മിക്സാക്കി എടുക്കാം. നല്ല വഴറ്റി നമ്മൾ തക്കാളി വരട്ടിയിട്ട് നമ്മളിതാ ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്തതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളിതാ അരിഞ്ഞു വെച്ചേക്കുന്ന സോയാബീനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്ത് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കാണിച്ചത്. അങ്ങനെ നമ്മളതാ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ കറി റെഡി. അപ്പം അതിലോട്ട് നമ്മളതാ വെളുത്തുള്ളി കരിയേപ്പിലയും കൂടെ ഇട്ട് മിക്സ്
ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളി മണം തന്നെ. അപ്പോൾ നമുക്കിതാ അടച്ചങ്ങ് വെച്ചിട്ട് നമ്മളെ കറി റെഡിയേ. അങ്ങനെ നമ്മളെ നൊത്തോലി മീൻ ഇതാ വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലോട്ട് ഇത്തിരി മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് മഞ്ഞപ്പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇടണമല്ലോ. അങ്ങനെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് മീനോട്ടിക്ക് പ്രത്യേകം എടുത്തേക്കുന്നതാണ് കേട്ടോ. മീനോട്ടിക്ക് എരിയൊന്നും ഇല്ലാതെ പൊരിച്ചു കൊടുക്കാനാണ്. ഇതിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യാറില്ല. ഉപ്പൊക്കെ ഇട്ട് പൊരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കുള്ളത് ഇതാ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തവ നമ്മളിതാ ഇവിടെ വച്ചിട്ടുണ്ട്. തീ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് തീ ഇനി കത്തിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കണം. അതിനിതാ ഓപ്പൺ ചെയ്തു, ഗ്യാസ് കത്തിച്ചു. തവ നമ്മളിതായിട്ടൊന്ന് ചൂടായിട്ട് എണ്ണ ഒഴിക്കാമേ. അപ്പം നമ്മളിതാ ഇത് എണ്ണ നമ്മളെ തവ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിക്കുകയാണേ. എണ്ണ ഒഴിച്ചു. അപ്പോൾ നമ്മളിതാ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്കിനി മീനൂട്ടിയിലെ മീനാണ് ഇടുന്നത് കേട്ടോ. നമ്മളെ മുളക് പൊടി ഇടാത്തൊരു മീനുണ്ട്. ഇതൊന്നും ഇല്ലാതെ എൻ്റെ മൊരിച്ച് കൊടുക്കാൻ വേണ്ടി മീനൂട്ടി ഇന്നലെയൊക്കെ മൊരിക്കാതെ മീനൂട്ടിക്ക് മൊരിക്കാതെയാണ് ഇഷ്ടേ. അപ്പോൾ മൊരിക്കാതെ വേണ്ട, മൊരിക്കരുത്, മീൻ മൊരിക്കരുത്. കരിയപ്പലൊക്കെ ലാസ്റ്റ് ഇതിപ്പോൾ അതായത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടേ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കെ. അപ്പോൾ നമ്മളെ മീനൂട്ടീര നൊത്തോലി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നൊത്തോലി പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മളിതാ നമ്മളെ അടുത്തത് നമുക്കുള്ളത് പൊരിക്കാതെ കേട്ടോ. അതാ ഒരു ലോഡുണ്ടല്ലോ അവിടെ. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ നമുക്ക് പൊരിക്കാനുള്ള നമ്മളെ നൊത്തോലി ഇതായില്ലേ. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഞങ്ങൾ വച്ചേക്കാണ് കേട്ടോ. ഇനി നമുക്കിത് റെഡി ആയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മളെ ജൂലിക്കുട്ടിക്കായിട്ട് തലയിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നമ്മളിതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ജൂലിക്കുട്ടിക്കായിട്ട് കൊടുക്കാനാണേ. കൂട്ടുകാരെ നമ്മളങ്ങനെ പൊരിച്ച മീൻ ഇതാ നമ്മുടെ നൊത്തോലി ഫ്രൈ ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കഴിക്കാം, ചോറ് കഴിക്കാമേ. അങ്ങനെ നമ്മുടെ എന്താണ് നൊത്തോലി ഫ്രൈ സവാളയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ എന്താണത്, എന്താടി, സോയാബീൻ കറിയും പിന്നെ ഇതാ കാരക്കയൊക്കെ വെച്ചതാ പാവച്ചി കുട്ടി ചോറ് നിന്ന് തുടങ്ങി. നമ്മളെല്ലാവരും ചോറ് കഴിച്ചിട്ട് നമുക്ക് കാണാം. ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അപ്പുറത്തെ എൻ്റെ അമ്മ ജാതിക്ക അച്ചാറിട്ടത് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനേ. ആ കുറച്ചെടുത്ത് നോക്കിയാൽ മതി. ചോറ് തിന്നതായി ഒന്ന് ഞാനും എടുത്ത് നോക്കട്ടെ. ഇരുന്നാലും ശരിയാവുള്ളൂ. ഇട്ടല്ലേ ഉള്ളൂ. ഇരിക്കുമ്പോഴത്തൂടെ അരപ്പ് പിടിച്ചോ. സൂപ്പർ. അങ്ങനെ ചോറെല്ലാം കഴിച്ച് റെഡിയായി. ഫ്രൈ ഒക്കെ റെഡിയായി തീർത്തിട്ടുണ്ട്. പക്ഷെ മീനോട്ടി മാത്രം ഫ്രൈ ഒന്നും തീർത്തിട്ടില്ലല്ലേ. നമ്മളെല്ലാം എന്താ കാര്യമാക്കിയിട്ടുണ്ട്. കൂട്ടുകാരെ നമ്മുടെ ജാതിക്ക അച്ചാർ നമ്മൾ അങ്ങനെ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു അച്ചാറും കൂടെ ആയി. അപ്പം എന്തിനാണ് കാരക്ക ഉപ്പിലിട്ടതും ജാതിക്ക അച്ചാറും ഒക്കെ ആയല്ലേ വാച്ചി. മീനൂട്ടി ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ പയറും കഞ്ഞി വാച്ച് കുടിച്ചോണ്ടിരിക്കുകയാണേ. മീനുകുട്ടി ഇതാ നമ്മുടെ പയറും കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണേ. ഉച്ചക്കുള്ള പയറും കഞ്ഞി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.